ആദവനാട് നെല്ലിത്തടത്തിൽ അഴുകിയ കോഴിമാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർക്ക് ദുരിതമാകുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മാലിന്യവുമായി ലോറി പ്രദേശത്തെത്തിയത്. നാട്ടുകാർ തടഞ്ഞതോടെ ലോറി നിർത്തിയിട്ട് പോവുകയുമായിരുന്നു. ആദവനാട് പഞ്ചായത്ത് 2-ാം വാർഡ് നെല്ലിത്തടം പ്രദേശത്താണ് ഇത് സംഭവമുള്ളത്. ഈ കോഴി വേസ്റ്റൊക്കെ പാടെ ഇവിടെ പെരുന്നാളിൻ്റെ തലേന്ന് കൊടുന്നിട്ടിട്ട് ഇപ്പോൾ ഇവിടെ നാട്ടുകാർക്കും ഇവിടെ വരുന്ന ആളുകൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്മെല്ല്, അതേമാതിരി രോഗങ്ങൾ ഇതൊക്കെ അങ്ങനെ വരികയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ 2 ദിവസമായി ഇത് ഇവിടുന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല. അതുകൊണ്ട് ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥരുടെ അടിയിൽ നിന്ന് വേണം. സമീർ ബിൻ കരീമുണ്ട് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി. സമീർ, ഈ മാലിന്യം തള്ളാൻ വന്നവരെ കയ്യോടെ ജനങ്ങൾ പിടികൂടുന്നു. എന്നിട്ടും അവരെ കൊണ്ട് ഇത് തിരികെ കൊണ്ടുപോകാനുള്ള നടപടിയെടുക്കാൻ പോലീസിനോ ബന്ധപ്പെട്ട അധികാരികൾക്കോ സാധിക്കുന്നില്ല. ഇങ്ങനെ നാറ്റം സഹിച്ച് ആ നാട്ടുകാരെങ്ങനെ കഴിയും? ഗോകുൽ, അതുതന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കോഴി മാലിന്യവുമായി ഈ വാഹനം ഈ പ്രദേശത്തെത്തുന്നത്. ഇവിടെ മാലിന്യം തള്ളാനായി എത്തിയതാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ പറയുന്നത്. അങ്ങനെ പ്രദേശവാസികൾ ഈ വാഹനം തടഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് ഇന്ന് വരെ ഈ വാഹനം ഇവിടെ നിന്നും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ അഴുകിയ രീതിയിലുള്ള മാലിന്യമെല്ലാം തന്നെ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഒരു ഗന്ധമുണ്ടാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിൽ നിന്നും ഒക്കെ തന്നെ ഈ വെള്ളവും എല്ലാം തന്നെ മലിനജലം ഒഴുകി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ തന്നെ പ്രദേശവാസികൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുകയാണ്. അതുവഴി യാത്ര ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാരൊക്കെ തന്നെ പരാതിയായി പറയുന്നത്. ഒന്നുകിൽ ഈ വാഹനം ഇവിടെ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ മറ്റു ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മഴ കൂടി പെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. പകർച്ചവ്യാധി അടക്കമുള്ള രോഗങ്ങളിലേക്ക് ഈ ഒരു കാര്യം നയിക്കുമെന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഗോകുൽ, ശരി, മാലിന്യം തള്ളാനെത്തിയവരെ കയ്യോടെ പിടികൂടി കൊടുത്തിട്ടും കൈയും കെട്ടി നോക്കി നിൽക്കുന്ന അധികാരികളാണ് മറുപടി പറയേണ്ടത്, നടപടിയെടുക്കേണ്ടത്.